ഹലോ ഹായ് 8ാം ക്ലാസ്സിലെ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓണപ്പരീക്ഷ നമുക്ക് മുന്നിൽ വന്നിരിക്കണം അല്ലേ? ഓണപ്പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങാനുള്ള ഉറച്ച തീരുമാനത്തിൽ നമ്മൾ സെറ്റായി നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് 3 മാർക്ക് വാങ്ങിത്തരുന്ന ഒരു സംഗതിയാണ് ഹിവാറുൻ. 3 മാർക്ക് നിങ്ങൾക്ക് ഷുവറായി ചോദിക്കുന്ന ചോദ്യമാണ് ഹിവാർ. എന്താണ് ഹിവാർ എന്ന് പറഞ്ഞാൽ? സംഭാഷണം, കോൺവെർസേഷൻ എന്ന് പറയില്ലേ. ഹിവാർ തയ്യാറാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഹിവാർ തയ്യാറാക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോമൺ ആയ ചില കാര്യങ്ങളുണ്ട്. അത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഹിവാറിൽ 3-ൽ 3 മാർക്കും വാങ്ങാം. നോക്കൂ, നമുക്കൊരു ഹിവാർ വായിക്കാം. മുഹമ്മദ്, ഞാനൊരു പേര് കൊടുത്തു, മുഹമ്മദ്. മുഹമ്മദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ കോമൺ ആയ ഒരാളെ കാണുമ്പോൾ എന്ത് പറയും? സലാം പറയില്ലേ? ആ സലാം ഇവിടെയും പറയണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പൊ റാഷിദ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഇത് രണ്ടും നിങ്ങൾക്ക് എഴുതാൻ വല്ല പണിയുണ്ടോ? ഒരു പണിയും ഇല്ല. ഇനി മുഹമ്മദ് ചോദിക്കാണ്, കൈഫ ഹാലുക യാ സദീഖി, എന്താണ് നിന്റെ വിശേഷം, എന്താണ് നിന്റെ വർത്തമാനം, ഹൗ ആർ യു എന്ന് നമ്മൾ ചോദിക്കൂലേ? ആ ചോദ്യം നമ്മൾ റാഷിദ് ചോദിക്കുന്നു, മുഹമ്മദ് ചോദിക്കുന്ന കൈഫ ഹാലുക യാ സദീഖി, ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? ഇത് നമ്മളൊക്കെ എത്ര കാലമായി ഉപയോഗിക്കുന്ന സംഗതിയാ. ഇതങ്ങ് എഴുതി വെക്കുക. റാഷിദ് അൽഹംദുലില്ലാഹ് ഖൈർ, എനിക്ക് വളരെ സുഖമാണ്, സന്തോഷമാണ്. വ അൻത, ഇത് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ എന്തായി? എന്താ നിന്റെ വിശേഷം എന്ന് നമ്മൾ ചോദിക്കൂലേ? മുഹമ്മദ് റാഷിദ് പറഞ്ഞു അൽഹംദുലില്ലാഹ് എനിക്ക് സുഖാണ്. മുഹമ്മദ് ചോദിച്ചെന്താ, എന്താണ് റാഷിദ് നിന്റെ വിശേഷം? അപ്പൊ റാഷിദ് പറഞ്ഞു അൽഹംദുലില്ലാഹ് ഖൈർ. തിരിച്ച് റാഷിദ് ചോദിക്കാണ് വ അൻത മുഹമ്മദ്, നിന്റെ വിശേഷം എന്താ? അപ്പൊ മുഹമ്മദ് പറയുന്നു അൽഹംദുലില്ലാഹ് ഖൈർ, എനിക്കും സുഖമാണ്. ഇനിയോ റാഷിദ് മിൻ ഐന അൻത, മിൻ ഐന അൻത, ഇത് ആർക്കാ അറിയാത്തത്? മിൻ ഐന അൻത എന്താ അതിന്റെ അർത്ഥം? എവിടെ നിന്നാണ് നീ വരുന്നത് എന്നർത്ഥം. വേറെ അറിയൂ, കമ്മിങ് ഫ്രം, എവിടെ നിന്നാണ് നീ വരുന്നത്. ഇത് മിൻ ഐന അൻത, ഇത് നിങ്ങൾ എന്ത് ചെയ്യാ? അത് ഏകദേശം ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അത് അറിയാം. ഈ മിൻ ഐന അൻത എന്നറിയാത്ത ആൾക്കാർ ആരുണ്ടല്ലോ? അറിയാത്ത ആൾക്കാർ ഇതൊന്ന് എഴുതിയെടുക്കാം. മിൻ ഐന അൻത, എവിടെ നിന്നാണ് നീ വരുന്നത്. അതിന് മുഹമ്മദിന്റെ മറുപടി എന്താ? മിനൽ മദ്റസത, മിനൽ മദ്റസതി, മദ്രസയിൽ നിന്ന്. അപ്പൊ ക്വസ്റ്റ്യനിൽ എവിടെയാണോ കൊടുത്തിട്ടുള്ളത് മിന എന്ന്, മിൻ എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലുള്ളത് ഇവിടെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ക്വസ്റ്റ്യനിൽ ഏത് സ്ഥലമാണോ കൊടുത്തത് ആ സ്ഥലം മിന്നിന് ശേഷം ചേർത്ത് കൊടുത്താൽ ഇന്ന സ്ഥലം എന്ന് കിട്ടി. മിനൽ മദ്റസതി, മിനൽ മദ്റസതി എവിടെ നിന്ന് വരുന്നു? മദ്രസയിൽ നിന്ന് വരുന്നു. മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന് വരുന്നു. മിനസ് സൂഖി, അങ്ങാടിയിൽ നിന്ന് വരുന്നു. ഇങ്ങനെ നമ്മൾ മിനക്കു ശേഷം ക്വസ്റ്റ്യനിലുള്ള സ്ഥലം ചേർത്ത് കൊടുത്താൽ എന്തായി? ഇപ്പൊ നോക്ക് നിങ്ങൾ, ഒരു ഹിവാറിന് വേണ്ട 3 മാർക്കിന് വേണ്ട ഹിവാറിൽ 1, 2, 3, 4, 5, 6, 7 സെന്റൻസ് നമ്മൾ ഉണ്ടാക്കില്ലേ? ഹിവാറിന്റെ പ്രത്യേകത എന്താ? ഹിവാർ നിങ്ങൾ കൂടുതൽ സെന്റൻസുകൾ, കൂടുതൽ വരികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഹിവാറിന്റെ പ്രത്യേകത. അങ്ങനെ കൂടുതൽ വരികൾ, നിങ്ങൾ എത്രമാത്രം വരികൾ ഉൾപ്പെടുത്തി നിങ്ങൾ ഹിവാർ നീളുന്നുണ്ടോ, ലോങ് ആവുന്നുണ്ടോ, അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് അവിടെ പിന്നെ ക്വസ്റ്റ്യനിൽ എന്താണോ വിഷയം കൊടുത്തത് ആ വിഷയത്തിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ എന്തെഴുതിയാലും അതിലൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. നിങ്ങളെ മാർക്ക് എവിടെയും പോകൂല കേട്ടോ. അപ്പോ ഇത് നിങ്ങൾക്ക് എന്തായാലും കോമൺ ആയിട്ട് എഴുതാൻ കഴിയൂലേ? ഇത്ര എഴുതിയാൽ തന്നെ 3 മാർക്കിൽ 2 മാർക്കായി. ഇനിയും നമുക്ക് കൂട്ടാൻ പറ്റൂലേ? നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ ഇതുപോലെ കോമൺ ആയി ഉപയോഗിക്കുന്ന വേറെ കാര്യങ്ങൾ എന്താ? കോമൺ ആയി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യമാണ് അല്ലെ, അവസാനിക്കാൻ നേരത്തെ, സംഭാഷണം അവസാനിക്കാൻ നേരത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? റാഷിദ് പറയാണ്. റാഷിദ് എന്ത് പറയുന്നു? ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഇല ലിഖാ, ഇല അല്ലിഖാഇ, ഇല ലിഖാഇ, ഇല ലിഖാഇ. നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുമുട്ടാം, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാ ഇല ലിഖാഇ, ഇത് നമുക്ക് ചേർത്ത് കൊടുത്തൂടെ? അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? മാഷാ അല്ലാ, മാഷാ അല്ലാ ഇല ലിഖാഇ എന്ന് വേണമെങ്കിലും പറയാം. മാഷാ അല്ലാ ഇല ലിഖാഇ എന്ന് വേണമെങ്കിലും പറയാം. മാഷാ അല്ലാ ഇല ലിഖാഇ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. ഇത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എത്ര എണ്ണായി? നേരത്തെ 7 വരിയായി, ഇപ്പൊ ഇത് രണ്ടും കൂടെ 9 വരിയായി. ഈ 9 വരി ആകുമ്പോഴേക്ക് തന്നെ വലിയ ഒരു ഹിവാറായി മാറി. നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറം വലിയൊരു ഹിവാറായി ഇത് മാറി. അതുപോലെ തന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മഅസ്സലാം, മഅസ്സലാം എന്ന് വേണമെങ്കിൽ കൊടുക്കാം. പിരിയാ നേരത്ത് മഅസ്സലാം, മഅസ്സലാം,
ഇനി വേണമെങ്കിൽ എന്ത് പറയാം, ഈ മഅസ്സലാമിന് പകരം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് എഴുതാം. അപ്പൊ അടിയിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്നായി. അപ്പൊ മൊത്തം എത്രയായി? 9ഉം 2ഉം 11 വരികളായി. ഇനിയും വേണമെങ്കിൽ കൂട്ടാം, മഅ വസിയത്തി ദുആ, മഅ വസിയത്തി ദുആ, മഅ വസിയത്തി ദുആ, മഅ വസിയത്തി ദുആ, മഅ വസിയത്തി ദുആ. എന്താ അതിനർത്ഥം? ദുആ വസിയത്തോടു കൂടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ പരസ്പരം പിരിയുകയാണ്. ഇങ്ങനെ നമ്മൾ കോമൺ ആയി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൂട്ടിക്കൊടുത്താൽ തന്നെ 3 മാർക്കിന്റെ ഹിവാർ നിങ്ങളെ കൈകളിലായി. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന അഡീഷണൽ ആയി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ എന്തായി മാറി? ഹിവാർ നല്ല ഒരു അടിപൊളി ഹിവാറായി മാറി. ഇനി ഹിവാറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താ? ഹിവാർ എഴുതുമ്പോൾ നമ്മൾ ഒരു കൃത്യമായ ഓർഡറിൽ എഴുതണം. മുഹമ്മദ് മുഹമ്മദ് എന്ന് എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഈ വരി നമ്മൾ മുഹമ്മദ് എന്ന് എഴുതിയിട്ട് ഇവിടെ ഒരു കുത്തു കൊടുക്കുക, അടുത്ത റാഷിദ് എഴുതിയിട്ട് കുത്തി ഇവിടെ കൊടുക്കുക, പിന്നെ മുഹമ്മദ് എഴുതിയിട്ട് പിന്നെ കുത്ത് ഇവിടെ കൊടുക്കുക. ഇങ്ങനെ പറ്റൂല. ഇതൊരു ഓർഡർ ഇല്ലാത്ത രൂപമാണ്. ഇതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. വൃത്തിയിലാവണം നമ്മുടെ ഹിവാർ. അങ്ങനെയെങ്കിൽ ഉള്ളത് കുറച്ചാണെങ്കിൽ പോലും ആ വൃത്തിയിലും ഒരു മാർക്ക് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെ ഹിവാർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഇങ്ങനെ മുഹമ്മദ് എഴുതിയിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്ത് നമ്മൾ 2 കുത്ത് കൊടുത്താൽ, പുള്ളി കൊടുത്താൽ, റാഷിദിനും അതേ ഗ്യാപ്പിൽ 2 പുള്ളി വരണം, പിന്നെ മുഹമ്മദിനും അതേ ഗ്യാപ്പിൽ പുള്ളി വരണം. ഇതിനുശേഷം നമ്മൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടാണ് എഴുതുന്നത്. ഇവിടെ നിന്ന് തുടങ്ങാം, ഇവിടെ നിന്ന് തുടങ്ങാം. ഇങ്ങനെ നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരു ഓർഡറിൽ നമ്മൾ ഇങ്ങനെ എഴുതി പോന്നാൽ എന്ത് നമുക്ക് മാർക്ക് കിട്ടും? ആ ഹിവാറിന്റെ മാർക്ക് മുഴുവനും നിങ്ങൾക്ക് കൈകളിലാകും. ഇങ്ങനെ ഒരു കൃത്യമായ ഓർഡറിലാണ് ഹിവാർ എഴുതേണ്ടത്. അപ്പോൾ ഹിവാർ എങ്ങനെ എഴുതണം എന്നുള്ളത് ഇനി 8ാം ക്ലാസ്സിലെ എന്റെ മക്കൾക്ക് തെറ്റൂല. 3 മാർക്ക് നമുക്ക് തീർച്ചയായിട്ടും ഓണപരീക്ഷയ്ക്ക് ഹിവാറിൽ നമുക്ക് കിട്ടിയിരിക്കും ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ഒരു വീഡിയോ, ഒരു ലൈവ് ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നാളെ എക്സാമിന് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഒരു ലൈവ് കൃത്യം 7:30ക്ക് നമ്മുടെ MS സൊല്യൂഷന്റെ ചാനലിൽ വരുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിർബന്ധമായി എന്ത് ചെയ്യണം? ആ ലൈവിന്റെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ ഗ്രൂപ്പിലടക്കം നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ഗ്രൂപ്പിലടക്കം നിങ്ങൾ ഇട്ടിട്ട് നമ്മുടെ ലൈവിലേക്ക് നിങ്ങൾ എല്ലാവരും വരണം. നാളത്തെ എക്സാം ഓണപരീക്ഷ അറബിയിൽ നമുക്ക് 40-ൽ 40 മാർക്കും വാങ്ങുമെന്ന ദൃഢനിശ്ചയത്തോടെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഏറെ കാണാം.